ഇന്ന് നമുക്കൊരു ബോട്ടി ഫ്രൈ ചെയ്യാം. അത് അധികം മസാല ഒന്നും ഇല്ലാതെ ബോട്ടി ഫ്രൈ ചെയ്യാം. അതെങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു 1.5 കിലോ ബോട്ടി വാങ്ങിയിട്ട് അത് നന്നായി കഴുകിയെടുക്കുക. ഒരു 4-5 പ്രാവശ്യം നന്നായി കഴുകിയെടുത്തിട്ട് പിന്നെ നമുക്കത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കളയാം. വെള്ളം നല്ല മാറുന്നതിന് ശേഷം പിന്നെ നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഏത് പാത്രത്തിലാണ് വെക്കണം വെച്ചാൽ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1-2 തള വന്നാൽ നമുക്ക് ആ വെള്ളം ഊറ്റിക്കളയാം. അതേപോലെ മഞ്ഞൾപ്പൊടി ഉപ്പും വെച്ചിട്ട് ഒന്ന് കൈ വെച്ച് തിരുമ്പി കൊടുക്കുക. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് അതിൻ്റെ വെള്ളം ഊറ്റിക്കളയാം. അതേപോലെ ഒരു ഓട്ടക്കടലേക്ക് ഇട്ടിട്ട് ഊറ്റിക്കളയാം. പിന്നെ നമുക്കത് വേറെ കുക്കറിലിട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കണം. ഇനി അത് നമുക്ക് വെള്ളമൊക്കെ വാർന്ന് പോയാൽ നമുക്ക് ഇനി കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളകും പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ഉലുവയും കൂടിയിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പും. ചൂടുള്ള കാരണം കൊണ്ട് ഇത് കയ്യിലോണ്ട് ഇളക്കണത്. ചൂടറിയിക്കുക വെച്ചെങ്കിൽ നമുക്കത് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായി തിരുമ്പി കൊടുക്കാം. ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഇളക്കിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവുന്ന വരെ നമുക്കത് വിസിൽ വരണം. ഒരു 6-7 വിസിൽ വരുന്ന വരെ നമുക്കത് വേവിച്ചെടുക്കണം. എന്നാലാണ് ഈ ബോട്ടി നല്ലോണം വേവുള്ളൂ. പിന്നെ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച് ഇത് വേവിച്ചെടുക്കുക. നല്ലോണം വേവണം, എന്നാലാണ് ഇത് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ റബ്ബർ പോലെ കിടക്കും. നമുക്ക് ആ ബോട്ടിയുടെ വെന്തുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് മസാല ഉണ്ടാക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സബോള, വലിയൊരു സബോള ഇതേപോലെ അരിഞ്ഞ് ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം വഴന്ന് വരണം. ഇതേപോലെ ആയാലും നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അത് നമുക്ക് പച്ചമണം പോകുന്നവരെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു തക്കാളി. ആ ഒരു തക്കാളി നമുക്ക് നല്ലോണം ഉടയുന്ന വരെ നമുക്കത് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതിന് നമുക്ക് വെളിച്ചെണ്ണ എടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയിലാകുമ്പോഴാണ് നമുക്ക് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. നമുക്കതിലേക്കൊരു 3 പച്ചമുളക് അരിഞ്ഞത് ഇതേപോലെ നീളനെ കീറിയത് അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബോട്ടി വേവിക്കുമ്പോൾ കുറച്ച് മസാല ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മസാല നമുക്ക് ഈ ഉള്ളിയും തക്കാളിയിലും ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് മസാല, ഒരു ടീസ്പൂണ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നല്ലോണം വഴന്നതിൻ്റെ ഇട്ടാൽ മതി. അല്ലെങ്കിൽ നമുക്കത് വേറെ ടേസ്റ്റ് ഉണ്ടാവും. നല്ല ഉള്ളിയൊക്കെ വാടിയാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇടുന്നത് ഒരു കറി പൗഡറാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അതില്ലെങ്കിൽ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ടീസ്പൂൺ കറി പൗഡർ ഇട്ടിട്ട് നമുക്ക് കുറച്ച് കുരുമുളക്, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുണ്ട്. അതിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ കറി പൗഡർ നമുക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഗരം മസാല പൊടിച്ചത് അത് ഇട്ട് കൊടുക്കാം കേട്ടോ, കുറച്ചൊരു ടീസ്പൂണ്. പിന്നെ നമുക്ക് വേറെ ചിക്കൻ മസാല, മീറ്റ് മസാല ഒന്നും ഉണ്ടെങ്കിൽ ഗരം മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറച്ചി മസാല ഉണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ കൂടി നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മല്ലിച്ചപ്പ് ഇതിൻ്റെ മേലെ ഇങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ശേഷം നമുക്കത് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇതൊക്കെ കൂടി നമുക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബോട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ നല്ല ബോട്ടി ഫ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബോട്ടിയൊക്കെ വാങ്ങുമ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ബോട്ടി നമുക്ക് പല രീതിയിലും വെക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കി. എല്ലാവർക്കും ഇഷ്ടമാവുക വെച്ചൊന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.